ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിൽ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ എന്നെ ക്ഷണിച്ച വിൽസൺ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവസഭയോടുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 10ഓളം വർഷമായി UAE കടന്നു വരുവാനൊക്കെ സ്വർഗത്തിലെ കർത്താവ് കൃപ ചെയ്തിട്ടുണ്ട്. അന്നു മുതൽ കേൾക്കുന്ന ഒരു പേരാണ് പാസ്റ്റർ വിൽസൺ പാസ്റ്ററുടെ പേര്. എന്നാൽ ഇന്ന് ഈ സഭയിൽ അനേക ദൈവദാസന്മാർ വന്ന് ശുശ്രൂഷിച്ച ഈ ചർച്ചിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാനും നിങ്ങളെ ശുശ്രൂഷിക്കുവാനും ദൈവമൊരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം അറിയുന്ന ഒരു കർത്താവ്, ആ ആഗ്രഹങ്ങൾ ദൈവത്തോട് ഷെയർ ചെയ്ത് നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങളെ മനുഷ്യരോടല്ല നമ്മൾ ഷെയർ ചെയ്യേണ്ടുന്നത്, പകരം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ കർത്താവിനോട് ഷെയർ ചെയ്താൽ മതി. മൗനമായി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. സമയമാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 105 അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സാംസ് 105 വേഴ്സസ് 18 to 22. ഒരാൾ ഒന്ന് ശബ്ദം ഉയർത്തി വായിക്കാമോ? അവൻ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചുകൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. മതി. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ, വായിച്ച വചനത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടെ നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കാം. ഈ പകൽ കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി ഒരു നിമിഷം വായ്കളെ തുറന്ന് കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവെ എന്നോട് സംസാരിക്കണമേ. ഈ വൈകിയ സമയത്ത് നിന്റെ ശബ്ദം, കർത്താവിൻ്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഭാഗങ്ങളിൽ നിന്നും ഒന്നും കൂടെ കർത്താവ് നമ്മളോട് ഒന്നും കൂടെ ഒന്ന് സംസാരിക്കേണ്ടതിന് വേണ്ടി എത്ര പേര് അത് ആഗ്രഹമുള്ളവർ വായ്കളെ തുറന്ന് പറഞ്ഞാട്ടെ, കർത്താവെ എന്നോട് സംസാരിക്കണമേ, എന്നോട് സംസാരിക്കണമേ. നിങ്ങൾ സ്തോത്രം പറയാനോ ഹല്ലേലൂയ പറയാനോ അല്ല ഞാൻ പറഞ്ഞത്. കർത്താവെ എന്നോട് സംസാരിക്കണം. വായ്കളെ തുറന്ന് ഒന്ന് പറഞ്ഞാട്ടെ, എന്നോട് സംസാരിക്കണമേ. പല വിധത്തിലും ദൈവം നമ്മളോട് ഇടപെടാറുണ്ട്. വ്യക്തിപരമായി ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. നമ്മുടെ കാതുകളിൽ കേൾക്കത്തക്കവണ്ണം, നമ്മുടെ ആത്മാവിൽ തിരിച്ചറിയത്തക്കവണ്ണം ദൈവം നമ്മളോട് ഇടപെടാറുണ്ട്. ഇന്ന് ഈ വൈകിയ സമയത്ത് അങ്ങനെ ദൈവം നമ്മളോട് ഇടപെടട്ടെ. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. വ്യക്തമായി നമ്മൾ കടന്നു പോകുന്ന ആ സാഹചര്യത്തെ കണ്ട് ഹല്ലേലൂയ ഇത്രയും ക്ലാരിറ്റിയോടെ ആർക്ക് സംസാരിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ച പല നിമിഷങ്ങളും നമ്മുടെ ലൈഫിനകത്തുണ്ട്. വചനത്തിലൂടെ ദൈവം നമ്മളോട് ഇടപെടാറുണ്ട്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മളോട് ഇടപെടാറുണ്ട്. ഇന്ന് പകൽ ഈ വൈകിയ സമയത്ത് കർത്താവേ ഈ 3 വിധത്തിലും ഹല്ലേലൂയ എന്നോട് സംസാരിക്കണമേ. ഒന്ന് വായ്കളെ തുറന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ എന്നോട് ഇടപെടണമേ. ഹല്ലേലൂയ. വന്നതുപോലെ മടങ്ങാനല്ല. ഈ പകൽ പല ചോദ്യവുമായി ഒരുപക്ഷെ ഇതിനകത്ത് വന്നിട്ടുള്ളവരുണ്ടായിരിക്കാം. ഇന്ന് പകൽ ശരിയായ മറുപടിയുമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന കേവലം ആശ്വാസത്തിന്റെ പദങ്ങളല്ല, പകരം ഏത് വിഷയത്തിനകത്താണോ ഭാരപ്പെടുന്നത് വ്യക്തമായ ദൈവിക ഡയറക്ഷനോടുകൂടെ, വ്യക്തമായ ദൈവിക ശബ്ദത്തോടുകൂടെ എന്നെ അയക്കണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈ വൈകിയ സമയം ഞങ്ങളെ അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നതാണ്, ഞങ്ങൾ വന്നതല്ല. ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതാണെങ്കിൽ ചിലത് കൈമാറാനാണ് ഈ വൈകിയ സമയത്ത് ഞങ്ങൾ കർത്താവ് ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് പകൽ ഒന്നും മുടങ്ങിപ്പോകാതെ കർത്താവ് അത് കൈമാറുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുക്കത്തോടെ ഒന്ന് കർത്താവിന്റെ സന്നിധിയിലോ ആയിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈ പകലൊന്ന് കൈമാറട്ടെ. ചിലത് വിശേഷപ്പെട്ടത്, ചിലത് വിലമതിക്കാനാകാത്തത്, ചിലത് സ്വർഗീയമായത്, ചിലത്
ഓ കൈമാറുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനിമിഷം വായ്കളെ തുറന്ന കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്രക ലിയാംതന. അന്യഭാഷ ലഭിച്ചവരെല്ലാം 1-2 നിമിഷങ്ങൾ അന്യഭാഷകളിൽ ലെബ്രോകോസ് മനാധിയം ഭേരിയ ശംബൽ പ്രഭനഗദുരമനഗടക ഉടരമനഗടക ജനദനഗടക. കർത്താവേ, അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എഴുതപ്പെട്ട അതേ ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് തന്നെ ഈ ജനത്തോട് നിന്റെ വചനം സംസാരിക്കുവാൻ സ്വർഗം അടിയനും കൃപ നൽകണമേ. നിന്റെ വചനം അയച്ചാൽ പ്രവർത്തിക്കാതെ മടങ്ങി വരുന്നില്ലല്ലോ. ഓ, ഇന്ന് അയക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം, അടിയന്റെ നാവിലൂടെ പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം റിസീവ് ചെയ്യുന്ന ഓരോ ഹൃദയങ്ങളിലും ഓരോരുത്തരുടെ മേലും ആ വചനം മാനിഫെസ്റ്റ് ചെയ്യുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അയക്കപ്പെടുന്ന വചനം പ്രവർത്തിക്കാതെ മടങ്ങി വരുന്നില്ല. വിശ്വസിക്കുന്നു ആ വചനത്തിനകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. റിസീവ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനം ഞങ്ങൾ ഓരോരുത്തരിലും അത് വെളിപ്പെട്ടു വരുന്നതിനായി, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനായി അരുളൊക്കെയോ ആ വചനം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേട്ട വചനം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്തത് എന്തെന്ന് ചോദ്യവും ചിഹ്നവുമായി നിന്നത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിന്നെടുത്തു എന്ന് ഇന്ന് വൈകിയ സമയത്ത് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുകയാണ്. നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടടത്തു നിന്ന്, നീ ഫുൾ സ്റ്റോപ്പ് ഇട്ടടത്തു നിന്ന് ദൈവം ഒരു പുതിയ തുടക്കം തരാൻ പോവുകയാണ്. In the name of Jesus, in the name of Jesus. Labraka shatanagal kanadiyam theriya. ഉടരമനഘടക ഒരു വലിയ സാന്നിധ്യം ഇതിനകത്തുണ്ട്. എനിക്കത് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഈ വൈകിയ സമയത്ത് ഏദൻ തോട്ടത്തിൽ വെയിലാറിയപ്പോൾ ആദമിനോടും ഹവ്വയോടും കൂടെ നടക്കുവാൻ ഹോവയായ ദൈവം ഇറങ്ങി വന്നതുപോലെ ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ ഈ പുനരുത്ഥാനത്തിന്റെ ദിവസം രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സർവശക്തനും സർവവ്യാപിയുമായവൻ ഹല്ലേലൂയ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഹായ് പറയാനല്ല കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത്. അവന് പകരം അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വലിയ വീര്യ പ്രവർത്തികളും ഇതിനകത്ത് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നതിനായി ഓ ഷദല റബന ജുഡമന ജനധന റിമനഗ ശബ്ദനാരബാനഗൽ ഖനാദിയ. യേശുവിന്റെ രക്തം ക്ഷേമെടുക്കുന്നു. സമർപ്പിക്കുന്ന കർത്താവേ, ദൈവം സംസാരിക്കുന്നതിനായി ഇടപെടുന്നതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സങ്കീർത്തന ശുശ്രൂഷ കഴിഞ്ഞു. എന്നാൽ ദൈവം എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ചില ദൈവിക വെളിപ്പാടുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ആ വായിച്ച ഭാഗം ആരെക്കുറിച്ചാണ് എന്ന് വളരെ നന്നായിട്ട് നമുക്കറിയാം. ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ജോസഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണത്. ജോസഫിനെ കുറിച്ച് നമ്മൾ 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ ആ വാക്യത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം, അതിൻ്റെ 37 മുതലുള്ള അധ്യായത്തിലാണ് ജോസഫിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ജോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു, വെറുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം വായിച്ച താഴോട്ട് ജോസഫിനെ കുറിച്ച് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് ജോസഫ് കണ്ട സ്വപ്നം അല്ലെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത് ജോസഫ് ഒരു സ്വപ്നം കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ താഴോട്ട് ഓരോ പേജുകളും മറിച്ച് വായിച്ചപ്പം എനിക്ക് മനസ്സിലായി ഇത് ജോസഫ് കണ്ട സ്വപ്നമല്ല, പകരം ജോസഫിനെ കുറിച്ച് ദൈവം കണ്ട സ്വപ്നമാണ്. ഹല്ലേലൂയ. ഇത് ജോസഫിന്റെ സ്വപ്നമായിരുന്നെങ്കിൽ നടക്കാതിരിക്കാം, ലഭിക്കാതിരിക്കാം, പകുതി 50-50 ചാൻസേ ഉള്ളൂ. പക്ഷെ ഇത് ദൈവത്തിന്റെ സ്വപ്നമായിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയട്ടെ. ജോസഫിനെ കുറിച്ച് ദൈവം കണ്ട ആ സ്വപ്നം പോലെ ഇന്ന് കടന്നു വന്ന നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവത്തിന് വലിയൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ചും ദൈവത്തിന് വലിയൊരു സ്വപ്നമുണ്ട്.
എപ്പോഴെങ്കിലും നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ഞാൻ വാഗ്ദത്തമുള്ളവനാണ്. എന്നോട് പറഞ്ഞത് ഹല്ലേലൂയ വാക്കു പറഞ്ഞിട്ട് മാറുന്ന ആളല്ല. അവന്റെ പേര് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെന്നാണ്. ഹല്ലേലൂയ. ജോസഫിനെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചെല്ലാം നമുക്കൊരു സ്വപ്നമുണ്ട് അല്ലേ? നമ്മളെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊരു സ്വപ്നമുണ്ട്, നമ്മളെക്കുറിച്ച് നമുക്കൊരു സ്വപ്നമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വന്നവരായ നമ്മളെല്ലാവരും നമ്മുടെ അനുവാദത്തോടുകൂടെ വന്നതല്ല, പകരം ദൈവം നമ്മളെ അയച്ചിട്ട് വന്നതാണ്. അയച്ചവന് നമ്മുടെ മേലൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അത് നിവർത്തിയാകും. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, എന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പേർപ്പസ് ഉണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, എന്നെ കുറിച്ച് ദൈവത്തിന് വലിയ ചില വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ എടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ ഭൂമിയിൽ ദൈവം ഒരു ടൈം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്തിനകത്ത് തന്നെ ആ പ്ലാനുകളും ആ വാഗ്ദത്തങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെക്കുറിച്ച് എൻ്റെ പേരൻസിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. എന്നെക്കുറിച്ചുള്ള സാക്ഷ്യമൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സമയത്തിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അല്ലെ, എന്നെക്കുറിച്ച് എൻ്റെ പേരൻസിനൊരു സ്വപ്നമുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് എൻ്റെ പേരൻസിൻ്റെ സ്വപ്നം പെട്ടെന്ന് പറയാം. എന്നെക്കുറിച്ചുള്ള എൻ്റെ പേരൻസിൻ്റെ സ്വപ്നം എന്നെ ഒരു പള്ളിയിലച്ചനാക്കണമെന്നായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് വിശ്വാസത്തിൽ വന്നത്. അതായത് അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു പുരോഹിതനായി കാണണമെന്നുള്ളത്. ഹല്ലേലൂയ. അത് ജനിക്കുന്നതിന് മുൻപേ ഒരു ആൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ അവനെ ഒരു പുരോഹിതനാക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ 9th പഠിക്കുമ്പോഴാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അവിടെ മുതൽ അവരുടെ സ്വപ്നത്തിന് പിന്നെ ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു സ്വപ്നം എന്നെക്കുറിച്ച് കണ്ടു. എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകണമെന്നായിരുന്നു എന്നെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നം. ഞാൻ ആ സ്വപ്നത്തിന് വേണ്ടി ഒത്തിരി അധ്വാനിക്കുവാനും പ്രയത്നിക്കുവാനും ഒക്കെ ഇടയായി. ഏറെക്കുറെ ആ ഭാഗത്തൊക്കെ എത്തി. അവിടെ ഒരു രാത്രിയിൽ ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഹല്ലേലൂയ കർത്താവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, മോനെ, നിന്റെ അപ്പൻ നിന്നെക്കുറിച്ച് കണ്ട സ്വപ്നത്തിനേക്കാളും നീ നിന്നെക്കുറിച്ച് കണ്ട സ്വപ്നത്തിനേക്കാളും വലിയൊരു സ്വപ്നം എനിക്ക് നിന്നെ കുറിച്ചുണ്ട്. ഹല്ലേലൂയ. എനിക്ക് അവിടെ ഭയങ്കര സന്തോഷം തോന്നി. ഹല്ലേലൂയ. അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഞാൻ കണ്ട സ്വപ്നമാണ് ഏറ്റവും വലിയ സ്വപ്നമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലായി അതിനേക്കാളും വലിയൊരു സ്വപ്നം ഉണ്ടെങ്കിൽ കർത്താവേ, അതെന്തായിരുന്നാലും അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇവിടെ ഞാൻ വിശ്വസിക്കുക. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല രാജ്യങ്ങളിലും ദൈവം എന്നെ അയച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓരോ രാജ്യത്തും പല കമ്പനികളും ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ എനിക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ ഓഫീസുകളിലും ആ ഫാക്ടറിയും ഒക്കെ ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ആ ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് ഒരു അഡ്മിൻ, ഒരു ഫിനാൻസ് മാനേജറുടെയോ ഒരു ചീഫ് അക്കൗണ്ടന്റെയോ ഒക്കെ ക്യാബിൻ ഏതാണെന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. എൻ്റെ സ്വപ്നം ഇതിനകത്ത് എവിടെങ്കിലും ഒതുങ്ങിയിരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം പല കമ്പനികളും ഇനാഗുറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓ, നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അതേപോലെ ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട്. ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ജോസഫിന്റെ സ്വപ്നത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മളൊക്കെ ധാരാളം മെസ്സേജുകളൊക്കെ കേട്ടിട്ടുള്ളൊരു ഭാഗമാണിത്. അവിടെ കാണാൻ പറ്റും ജോസഫ് കണ്ട സ്വപ്നം നമുക്കറിയാം. ഹല്ലേലൂയ. തൻ്റെ സഹോദരന്മാരും അപ്പനും എല്ലാം തന്നെ വണങ്ങുന്നു. അതാണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ സ്വപ്നം എന്താണ്? സഹോദരന്മാരൊക്കെ തന്നെ വണങ്ങുന്നതാണ് സ്വപ്നം. പക്ഷെ റിയാലിറ്റി എന്താണ്? സംഭവിക്കുന്നത് എന്താണ്? വണങ്ങേണ്ടവരാരാണോ അവരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? കണ്ട സ്വപ്നം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നു, തൻ്റെ കറ്റയെ മറ്റുള്ള കറ്റകൾ വണങ്ങുന്നു. പക്ഷെ റിയാലിറ്റി എന്താ? സംഭവിക്കുന്നത് എന്താ? വണങ്ങേണ്ടവരിൽ നിന്ന് കണ്ട ആ വണങ്ങേണ്ട ആള് എന്ത് ചെയ്യും? അവരിൽ നിന്ന്
അകന്നു പോയിക്കൊണ്ടിരിക്കുക. പുറമേ നോക്കുമ്പോൾ അയ്യോ ഇതിനി എങ്ങനെ സാധിക്കും, വണങ്ങേണ്ടവരുടെ അടുത്ത് നിന്നെങ്കിലല്ലേ വണങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങിപ്പോ വണങ്ങേണ്ടവരിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ലോകം നോക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് വിലയിരുത്തും. പക്ഷെ ജോസഫിനെ നോക്കിയാൽ അകലുകല്ല, ഞാൻ ആ സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ലോകം നമ്മളെ നോക്കി വിലയിരുത്തും, ഓ നീ സ്വപ്നത്തിൽ നിന്ന് അകലുകയാണ്, ഓ നീ ആ സ്വപ്നത്തിൽ, ഒരുപക്ഷെ നമുക്കും തോന്നിയേക്കാം വണങ്ങേണ്ടവരുടെ അരികിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ അകലുകല്ല, സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവത്തിന് വലിയൊരു സ്വപ്നമുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ അതിനെ നോക്കുമ്പോൾ ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നിയിരിക്കാം. പക്ഷേ ഈ പകൽ പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക, നീ അകലുകല്ല, നീ ആ സ്വപ്നത്തോട് അടുക്കുകയാണ്. ഓ ഹല്ലേലൂയ. നമ്മൾ അകലുകല്ല കേട്ടോ. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, ഇതെങ്ങനെ സാധിക്കുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. പക്ഷേ ഇത് സ്വപ്നത്തിലേക്ക് അകലുകല്ല, സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ആത്മാവിലൊരു ദൂത് പറയട്ടെ. കേട്ട വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളുകൾക്ക് മുമ്പ് കേട്ട ദൈവിക പ്രോമിസുകൾ നമ്മൾ മറന്നാലും ദൈവം അത് മറക്കുന്നില്ല. ആ വാഗ്ദത്തത്തിലേക്ക് ദൈവം നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ജോസഫ് സ്വപ്നം കണ്ട് ആദ്യം ചെന്ന് ആരോട് പറഞ്ഞു? തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, അല്ലേ? സഹോദരന്മാരോട് പറഞ്ഞു. ഇപ്പൊ ജോസഫിനെ കുറിച്ചൊക്കെ പ്രിയമോനെ സംസാരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഒരു കണക്ഷൻ എന്ന വിധത്തിലാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. ഹല്ലേലൂയ. തൻ്റെ സഹോദരന്മാരോട് സ്വപ്നത്തിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം സഹോദരന്മാർ എന്ത് ചെയ്തു? ജോസഫിന്റെ കയ്യിൽ പിടിച്ച് 2 കുലുക്ക് കുലുക്കിയിട്ട് വളരെ നല്ല സ്വപ്നം ആണോ പറഞ്ഞേ? അല്ല, അവർ അവനെ പിന്നെയും അധികം വെറുത്തു. അപ്പൊ ആദ്യ സ്വപ്നം ആയിട്ട് സഹോദരന്മാരുടെ അരികിൽ ചെന്നപ്പോ കിട്ടിയ റെസ്പോൺസ് നല്ലതല്ല, ആണോ? അല്ല, അവർ അവനെ പിന്നെയും വെറുത്തു. അവർ അവനെ ആ സ്വപ്നത്തിന് എങ്ങനെ വിരോധമായി പ്രവർത്തിക്കാമോ പറയാമോ അതുപോലെ ചെയ്തു. സാധാരണഗതിയിൽ നമ്മളൊരു സ്വപ്നം കാണുക എന്ന് വിചാരിക്കുക. ഹല്ലേലൂയ. അത് നമ്മൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ച ഒരു റെസ്പോൺസ് അല്ല നമ്മുടെ നിന്ന് കിട്ടിയത്. പിന്നെ നമ്മളൊരു സ്വപ്നവുമായി അവരുടെ അരികിലേക്ക് പോകുമോ? നിങ്ങൾ പോകുമോ? ഞാൻ പോകത്തില്ല. ഞാനൊരു സ്വപ്നം കണ്ടു, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോട് ഞാനത് ഷെയർ ചെയ്തു. പക്ഷേ അവരെന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യാതെ അവരെന്നെ ഓടിച്ചെന്ന് വിചാരിക്കുക. പല വാക്കുകൾ പറഞ്ഞെന്നെ ഓടിച്ചു. ഞാൻ ഇനി അടുത്ത സ്വപ്നമായി അവരരികെ ചെല്ലുവോ? ചെല്ലില്ല. പക്ഷെ ജോസഫ് എന്ത് ചെയ്തു? താൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടു, പറഞ്ഞവരുടെ അരികിലേക്ക് തന്നെ ചെന്നു. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ജോസഫിനോട് ചോദിച്ചു, ജോസഫേ, അങ്ങ് ചെയ്തത് എന്ത് മണ്ടത്തരമാ. ഹല്ലേലൂയ. അങ്ങ് കണ്ട സ്വപ്നം സത്യമാ, ദൈവം അങ്ങേ കാണിച്ച സ്വപ്നമാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ സ്വപ്നത്തിന് വിരോധമായി ഇനി അവർ പ്രവർത്തിക്കത്തില്ലേ? ഹല്ലേലൂയ. 2 തവണ കണ്ടു, അതൊരു കൺഫർമേഷനായി കണ്ട് ആ സ്വപ്നത്തിന് വിരോധമായി അന്നു മുതൽ അവർ പദ്ധതി ഒരുക്കത്തില്ലേ? നിന്റെ സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്താതിരിക്കാൻ അവർ പല തന്ത്രങ്ങളും മെനയത്തില്ലേ? ജോസഫ് പറഞ്ഞു, എന്തൊക്കെ മെനഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഞാൻ കണ്ട സ്വപ്നവും അതെന്നെ കാണിച്ചവനിലും എനിക്ക് നല്ല ഉറപ്പും വിശ്വാസവുമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളോ കണ്ട ദൈവിക പ്രോമിസുകൾ, നിങ്ങൾ കണ്ട ദൈവിക ദർശനങ്ങൾ, നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ, ഹല്ലേലൂയ, അതിനെ തടയാനോ അതിന് തടസ്സം സൃഷ്ടിക്കാനോ അവിടേക്ക് നിങ്ങളെ എത്താതിരിക്കാൻ പലരും ശ്രമിച്ചാലും, ആരൊക്കെ ശ്രമിച്ചാലും അത് ദൈവത്തിന്റെ സ്വപ്നമായിരിക്കുന്നത് കൊണ്ട്, അത് ദൈവത്തിന്റെ പദ്ധതിയായിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഞാൻ ആ സ്വപ്നത്തിലേക്ക് എത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ മുതൽ യോസഫിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നതെല്ലാം ദൈവിക പദ്ധതികളുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ വീഴുക എന്നുള്ളത് ദൈവിക ഭാഗമാണ്, അതായത് സ്വപ്നത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ കാണാൻ പറ്റും, പൊട്ടക്കിണറ്റിൽ വെറുതെ ഇടാനല്ല അവർ പ്ലാൻ ചെയ്തത്, കൊന്നു പൊട്ടക്കിണറ്റിൽ ഇടാനാ പ്ലാൻ ചെയ്തത്, അല്ലേ? പക്ഷെ കൊന്നു പൊട്ടക്കിണറ്റിൽ ഇടുക എന്നുള്ളത് ദൈവിക പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നു.
പൊട്ടക്കിണറ്റിൽ വീഴുക എന്നുള്ളത് സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും കൊന്നു വീഴുക എന്നുള്ളത് അത് പദ്ധതിയുടെ ഭാഗമല്ലാതിരുന്നത് കൊണ്ട് ആ ദുരാലോചനയെ ദൈവം പൊട്ടിക്കുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതെല്ലാം ദൈവിക പദ്ധതികളുടെ ഭാഗമാണ്. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലാതെ എന്തെങ്കിലും ഉയർന്നാൽ, അല്ലാതെ ആരെങ്കിലും ദൈവിക പദ്ധതിയുടെ ഭാഗമല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉയർത്തിയാൽ അതിനെ വേരോടെ പിഴുതെറിയുന്ന ഒരു ദൈവമുണ്ട്. ഓ, ആ കരങ്ങളെ തൊട്ട് അല്പനിമിഷം ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കാണാം അവരുടെ ദുരാലോചന, അവരുടെ ആ ഒരു ദുരാലോചനയെ ദൈവം പൊളിക്കുവാനിടയായി. ഇന്ന് പകൽ പൈശാചിക മണ്ഡലങ്ങൾ എനിക്കും നിങ്ങൾക്കും എതിരെ, എന്റെയും നിങ്ങളുടെയും വാഗ്ദത്തങ്ങൾക്കെതിരെ, എന്റെയും നിങ്ങളുടെയും സ്വപ്നങ്ങൾക്ക് വിരോധമായി ഏത് ദുരാലോചനകളുണ്ടോ, ഇന്ന് പകൽ ദുരാലോചനകൾ തകരട്ടെ, ദുരാലോചനകൾ തകരട്ടെ, ഗൂഢാലോചനകൾ തകരട്ടെ. ഓ ശബ്രക, ദൈവസഭയ്ക്കും ദൈവജനത്തിനും വിരോധമായി ശത്രു ഉയർത്തുന്ന എല്ലാ ഗൂഢാലോചനകളും, എല്ലാ പതിയിരിപ്പുകളും in the name of Jesus, യേശുവിന്റെ നാമത്തിൽ അത് തകരുവാൻ കൽപ്പിക്കുകയാണ്. ശരബരബരബര ഉദരമനഘടക ജനഘടക ശംധരരഗതനഘടക വൈഡരവ ഉടബരം ശകരഗതന ലീബരവം ശകരഗതനരഗത. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കളെ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് ഒന്നുറപ്പിക്കുക, ഞാൻ ആ സ്വപ്നത്തിലൂടെ എൻ്റെ സ്വപ്നത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതെല്ലാം സ്വപ്നത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ എനിക്കത് തിന്മയ്ക്കെന്ന് തോന്നിയാലും പിന്നത്തേതിൽ അത് നന്മയായി മാറും. അതല്ല, എൻ്റെ സ്വപ്നത്തിന് വിരോധമായി ഏതെങ്കിലും ശക്തികൾ, ഏതെങ്കിലും ദുരാലോചനകൾ ഉണ്ടാക്കിയാൽ അതിനെ പൊളിക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. അതിനെ തകർക്കാൻ അവൻ എഴുന്നേൽക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുരാലോചനകളെല്ലാം പൊളിയട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് ദൈവം പൊളിച്ചോളും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ഞാനും ഏതും ലൈഫിനകത്ത് അല്പമായ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പം ഈ വചനം എന്നെ ബലപ്പെടുത്തി. മോനെ, ഇത് സ്വപ്നത്തിന്റെ ഭാഗമാണ്. അത് കിട്ടുന്ന ഒരു ബലമുണ്ട്, അത് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്, അവിടെ കിട്ടുന്ന ഒരു ഉറപ്പുണ്ട്. ഇത് സ്വപ്നത്തിന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് ഇത് ആദിയിൽ അല്പം കയ്പായിട്ട് തോന്നിയാലും ഇതിന്റെ അവസാനം ഒരു ഭയങ്കര മധുരമാണ്. ഇന്ന് പകൽ കയ്പിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടെ ദൂത് വിളിച്ചു പറയാം. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത് എത്ര വലിയ പ്രതിസന്ധി വിഷയമാണെങ്കിലും അത് സ്വപ്നത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ പിറുപിറുപ്പുകൾക്ക് യാതൊരുവിധ സാധ്യതയുമില്ല. പകരം ഇത് സ്വപ്നത്തിന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് ഞാനിവിടെ സന്തോഷിക്കും. കാരണം ഈ കയ്പ് മാറും, ഇതൊരു മധുരമായി മാറാൻ പോവുകയാണ്. ഇന്ന് പകൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഈ കയ്പ് മാറാൻ പോവുകയാണ്, ഇതൊരു മധുരമായി മാറാൻ പോവുകയാണ്. ഇത് അനുഭവിക്കുന്നത് വെറുതെയല്ല, ഇത് അനുഭവിക്കുന്നത് വെറുതെയല്ല, ഇതൊരു നന്മയായി മാറുന്ന ദിനമുണ്ട്. ഹല്ലേലൂയ, Hallelujah. Thank you Lord Jesus. Hallelujah. അവിടെ കാണാൻ പറ്റും. പിന്നത്തേതിൽ പൊത്തിഫാറിന്റെ വീട്ടിലായിരിക്കുന്ന ജോസഫിനെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എളുപ്പം പറഞ്ഞു പോവുക. ഹല്ലേലൂയ. നോക്കി, അവിടെയും സ്വപ്നത്തോടെതിരെയാണ് ഫൈറ്റിങ്. ഇവിടെ എത്തിച്ചേരുമെന്ന് ദൈവം പദ്ധതിയിട്ടോ അവിടെ എത്തിക്കരുതെന്ന് പറഞ്ഞ് അധികാരമുള്ളവരും കഴിവുള്ളവരും സാമർഥ്യമുള്ളവരും ഒക്കെ ജോസഫിന്റെ സ്വപ്നത്തിന്, വാഗ്ദത്തത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതെ. ഹല്ലേലൂയ. സ്വപ്നമുള്ള ദൈവത്തിന്റെ പൈതലേ, എന്താണ് നമ്മുടെ അധ്വാനം? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പാപത്തോടും യാതൊരുവിധ കോംപ്രമൈസും പാടില്ല.
ഹല്ലേലൂയ. അല്ലാതെ ഇവിടെ വേറെ യാതൊരുവിധ അധ്വാനവും ഇല്ല. പാപത്തോടും, അതായത് ഒരു പാപം ചെയ്ത് 1 രൂപയുടെ ലാഭം അത് കിട്ടുമെന്നാണെങ്കിൽ, 1 കോടി രൂപയുടെ ലാഭം കിട്ടുമെന്നാണെങ്കിൽ അതിന് തിരിഞ്ഞു നോക്കാതെ ഹല്ലേലൂയ സന്നിധിയിൽ പാപത്തോട് യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാതെ നിങ്ങൾ മുൻപോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ അത് മതി, നിങ്ങളെ ആ സ്വപ്നത്തിലേക്ക് ദൈവം എത്തിക്കും. ഹല്ലേലൂയ. അവിടെ കാണാൻ പറ്റും പൊത്തീഫറിന്റെ ഭാര്യ, ഞാൻ ഇങ്ങനെ പറയും, ജോസഫിന്റെ ഭാവി അടഞ്ഞു പോയി എന്ന് പറയത്തക്കവണ്ണം ഒരു വലിയ ലോക്കിട്ട് പൂട്ടി. ഹല്ലേലൂയ. നമുക്കറിയാം, ആ ഭാഗങ്ങളെല്ലാം നമുക്കറിയാം. വലിയൊരു ആരോപണം ജോസഫ് നേരിടുകയാണ്. ഒന്നുകൂടെ കൂടുതലായി വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ജോസഫിന്റെ ഭാവി അടഞ്ഞു പോയി. ജോസഫിന് ഇനിയും നല്ലൊരു ജോലി കിട്ടുമോ? കിട്ടത്തില്ല. ജോസഫിനെ ഇനി ഏതെങ്കിലും നല്ല കുടുംബത്തിൽ കയറ്റുമോ? കയറ്റത്തില്ല. കാരണം ആരോപണം അതുപോലത്തെയാണ്. ഇതേപോലുള്ള ആരോപണം നേരിടുന്ന ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആരോപണം മാത്രമാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ അരികിലേക്ക് അവരെ അടുപ്പിക്കത്തുമില്ല, നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യത്തില്ല, അങ്ങനെയുള്ളവരെ കയറ്റത്തുമില്ല. ഹല്ലേലൂയ. ഇതായിരുന്നു പൊത്തീഫറിന്റെ ഭാര്യയുടെ വലിയ പ്ലാൻ. പക്ഷെ ആ ദുരാലോചനകളെയും ആ പദ്ധതികളെയും ദൈവം പൊളിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, ജോസഫേ, അങ്ങയ്ക്ക് നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടുമോ? അങ്ങയ്ക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ? പക്ഷെ താഴോട്ട് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ജോസഫിന് വിവാഹാലോചന നടത്തിയതും ജോസഫിന്റെ ഫ്യൂച്ചർ സെറ്റിൽ ചെയ്തതും ആരാണെന്നറിയാമോ? അപ്പനല്ല, സഹോദരങ്ങളല്ല, മിസ്രൈമിന്റെ രാജാവായ ഫറവോനെയാണ്. ഓ, ദൈവം അതിനെ എഴുന്നേൽപ്പിച്ചത്. ഞാൻ അവിടെ നിന്നുകൊണ്ടൊരു ദൂത് പറയാ, നിനക്ക് വേണ്ടി ദൈവവൈതലേ, സ്വപ്നമുള്ള ദൈവവൈതലേ, നിനക്ക് വേണ്ടി ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആർക്കും അവനോട് നോ പറയാൻ കഴിയാത്തവനെയാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ഓ ഷറാബാനാജാന, ആരേലും അല്ല തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ആ വ്യക്തിയെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചാൽ അവനോട് നോ പറയാൻ കഴിയത്തില്ല. അവൻ പറയുന്നതായിരിക്കും അവസാനത്തെ വാക്ക്. ഓ, ഇന്ന് എത്ര പേര് ആ വേർഡിൽ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചവർ ഒരു പക്ഷേ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് വരത്തില്ല. നീ പ്രതീക്ഷിച്ചവര് ഇന്ന് പകൽ പ്രതീക്ഷിച്ചവർ നിനക്ക് വേണ്ടി എഴുന്നേറ്റില്ലെന്ന് കരുതി ദൈവത്തിന്റെ പ്രവൃത്തി വരുന്നില്ലെന്നല്ല, അവരെ അല്ല ദൈവം അതിനെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. പകരം അവൻ ഒരുവനെ എഴുന്നേൽപ്പിച്ചാൽ അവനോട് ആർക്കും നോ പറയാൻ കഴിയാത്ത, ഓ ഷറാബാന, ഈ വേർഡ് റിലീസ് ചെയ്യുന്നതോടുകൂടി ലിറ്ററലി അത് സംഭവിക്കാൻ പോവുകയാണ്. എന്റെ ലൈഫിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. എനിക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ളത് നോ പറയാൻ കഴിയാത്തവരെ കൊണ്ടാണ്. ഹല്ലേലൂയ. അതായത് 10 വട്ടം കയറി ഇറങ്ങേണ്ട ആവശ്യമില്ലെന്ന്, വർഷങ്ങൾ നടന്ന് കാലോ ചെരുപ്പോ തേയേണ്ട ആവശ്യമില്ലെന്ന്. ഹല്ലേലൂയ. എനിക്കും നിനക്കും വേണ്ടി ഉന്നതന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കാണാൻ പറ്റും, കാരാഗ്രഹത്തിന്റെ വാതിൽ കൊട്ടാരത്തിന്റെ കവാടമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. വാവ്, ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ വാതിൽ കൊട്ടാരത്തിന്റെ കവാടമായി മാറുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഇവിടെ നിന്നോട് ദൂത് പറയാം. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിന്റെ ഒരു തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഒരു കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, കാരാഗ്രഹം ഒന്നിന്റെ അവസാനമല്ല, കാരാഗ്രഹം കൊട്ടാരത്തിന്റെ കവാടമാക്കി മാറ്റുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഓ, ഇന്ന് പകൽ ആർക്കൊക്കെയോ വേണ്ടി ചില കവാടങ്ങൾ ഓപ്പൺ ആകാൻ പോവുകയാണ്, ചില കൊട്ടാരത്തിന്റെ വാതിലുകൾ ഓപ്പൺ ആകാൻ പോവുകയാണ്, ചില ദൈവിക ഇടപെടലുകൾ നടക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, കാരാഗ്രഹത്തിനകത്ത് ജോസഫ് നടത്തിയ 2 ഇടപെടലുകൾ നമുക്ക് കാണാൻ പറ്റും. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. പനപാത്രവാഹന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. പക്ഷേ പനപാത്രവാഹൻ കാരാഗ്രഹത്തിൽ നിന്ന് റിലീസാകുന്നതിന് മുൻപ് ജോസഫ് പറഞ്ഞു, എന്നെയും കൂടെ എന്ത് ചെയ്യണേ, ഓർക്കണേ. പക്ഷെ ഓർത്തില്ല, മറന്നു. എത്ര വർഷം?
കുറഞ്ഞത് 2 വർഷമെങ്കിലും എന്തിട്ടുള്ള 2 സംവത്സരത്തിന് ശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 വർഷത്തോളം എന്ത് ചെയ്തു? മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. കടപ്പെട്ടവരൊക്കെ ഒരു പക്ഷേ കൈത്താങ്ങൽ തന്നില്ലെന്ന് വന്നേക്കാം എന്ന് കരുതി ദൈവത്തിന്റെ പ്രവർത്തിക്ക് ഒരു മുടക്കവും വരുന്നില്ല. ഹല്ലേലൂയ. അയ്യോ, കടപ്പെട്ടവരൊക്കെ പോയല്ലോ, ഞാൻ കൈത്താങ്ങൽ കൊടുത്തവരും ഞാൻ ചേർത്ത് പിടിച്ചവരും ഞാൻ കൈ പിടിച്ചുയർത്തിയവരും എനിക്ക് സഹായമായി വന്നില്ലല്ലോ എന്ന് തോന്നുന്ന ആരെങ്കിലും കടപ്പെട്ടവർ പൊയ്ക്കോട്ടെ, സാരമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്ക് ഒരു കുറവും വരുന്നില്ല. ഒന്ന് പോയാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുക, ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തയ്യാറായി ഒരു നേര തന്നെ നിപ്പുണ്ട്. ഹല്ലേലൂയ. അതായത് നിങ്ങളെയും ദൈവിക വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുവാൻ, കൈപിടിച്ചു നടത്താൻ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി, അല്ലാതെ ഒരാൾ പോയോ ഇനി ആരെ ഞാൻ ഇതിനു വേണ്ടി വേണ്ടി ഇനി ഒരുക്കുമെന്ന് ദൈവത്തിന് പോകണ്ട. ഒരു നിര തന്നെ എന്ത് ചെയ്തുണ്ട്? നിപ്പുണ്ട്. പറഞ്ഞാട്ടെ, വിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരു നേരെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരാൾ കൈവിട്ടു എന്ന് കരുതി ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. ഒരു നേര എനിക്കും നിങ്ങൾക്കും വേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു ഡോർ അടഞ്ഞു എന്ന് കരുതി പ്രയാസപ്പെടണ്ട. 1000 വാതിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ബൈബിളിൽ കടപ്പെട്ടവരെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്. ആരാന്നറിയാമോ? എസ്തേറും മൊർദെഖായും. ഒരിക്കൽ രാജാവിനെ രക്ഷിക്കുന്ന ഒരു വലിയ ഇടപെടൽ നടത്തിയ ഒരാളാണ് മൊർദെഖായി, അല്ലേ? ആ സമയത്ത് കൊട്ടാരത്തിൽ ആരുണ്ട്? എസ്തേർ ഉണ്ട്. അപ്പം മൊർദെഖായിക്ക് വേണ്ടുന്ന ബ്ലെസ്സിങ്സ് എന്തെങ്കിലുമൊക്കെ രാജാവിൽ നിന്ന് മേടിച്ചു കൊടുക്കേണ്ടത് ആരാ? ഈ കാരണം പറഞ്ഞ് എസ്തേർ, അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൊട്ടാരത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ആ രാജ്യത്തിനെ രക്ഷിക്കുന്നതും രാജാവിനെ രക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടപ്പെട്ട ആൾ അകത്തുണ്ടെങ്കിൽ ആളല്ലേ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യേണ്ടുന്നത്. പക്ഷെ ഇവിടെ കാണാൻ പറ്റും, ഹല്ലേലൂയ, എസ്തേറും എന്തെയും മറന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. യാതൊരുവിധ ഇടപെടലും എന്ത് ചെയ്തില്ല? എസ്തേർ നടത്തിയില്ല എന്ന് കരുതി മൊർദെഖായിക്ക് വരേണ്ട ബ്ലെസ്സിങ്ങുകൾ മുടങ്ങിയില്ല. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെ മാറിയാലും, ആരൊക്കെ മാറിപ്പോയാലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു മുടക്കവും വരുന്നില്ല. ഹല്ലേലൂയ. അവിടെ കാണാൻ പറ്റും, രാജാവിന്റെ ഉറക്കം മൊർദെഖായിക്ക് വേണ്ടുന്ന വിടുതൽ ദൈവം ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായി. എസ്തേർ ചെയ്തില്ലെന്നും കടപ്പെട്ടവർ ചെയ്തില്ലെന്നും കരുതി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് യാതൊരുവിധ മുടക്കവും വരുന്നില്ല. അവനത് പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. അവനത് പ്രവർത്തിക്കാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് പിന്നത്തേതിൽ മൊർദെഖായിക്ക് എസ്തേറിനോട് പറയുന്നത്, ഹല്ലേലൂയ, നിനക്ക് ചെയ്യാമെങ്കിൽ നീ ചെയ്തില്ലെന്ന് കരുതി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് യാതൊരുവിധ മുടക്കവും വരുന്നില്ല. ഞങ്ങളുടെ രക്ഷ വരും നിശ്ചയം. അവർ ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ വാക്ക് പറഞ്ഞിട്ട് മാറിയാലും, ആരൊക്കെ അകന്നു പോയാലും എൻ്റെ വിടുതൽ വന്നിരിക്കും. ഹല്ലേലൂയ. എനിക്കുള്ള വിടുതൽ വന്നിരിക്കും. സമയം തീർന്നു, ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. പിന്നത്തേതിൽ ജോസഫ് കൊട്ടാരത്തിലേക്ക് എത്തി. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓനിലെ പുരോഹിതന്റെ മകളെയാണ് രാജാവ് ആലോചിച്ച് ജോസഫിന് വേണ്ടി ഒരുക്കുന്നത്. നിന്റെ ഭാവി അടഞ്ഞു പോയെന്ന് എല്ലാവരും വിധി എഴുതിയിടത്ത്, ഹല്ലേലൂയ, അടഞ്ഞിട്ടില്ല. ഒരു സമയത്ത് ഞാനും ചിന്തിച്ചതാ, നല്ല ജോലി ചെയ്ത് നന്നായിട്ട് ജീവിക്കായിരുന്നു, ഹല്ലേലൂയ, പക്ഷെ എവിടൊക്കെയോ ഭാവി അടഞ്ഞു പോയോ എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ ജീവിതത്തിനകത്തുണ്ട്. അവിടെ ദൈവം ഇടപെട്ടതാ. ഒരിക്കലും നിന്റെ ഭാവി അടഞ്ഞു പോകത്തില്ല. ഇന്ന് പകൽ, ഹല്ലേലൂയ, നിന്റെ ഭാവി അടഞ്ഞു പോകുമോ? എന്താകും എന്റെ ഫ്യൂച്ചർ, എന്താകും എന്റെ നാളെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്കും നിനക്കും വേണ്ടി ദൈവം ചിലരെ ഈ രാത്രിയിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ കാണാൻ പറ്റും, നമ്മൾ ആ വായിച്ച ഭാഗത്തിലേക്ക് വേഗം വരിക. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാനത് വിടുക. 18-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ വചനം നിവർത്തിയാകുകയും
അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലകളിൽ കുടുങ്ങുകയും ചെയ്തു. എവിടെ വരെ? യഹോവയുടെ വചനം നിവർത്തിയാകുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്പുരാൻ അനുവദിച്ചിട്ടാണ്. ഹല്ലേലൂയ. ഈ ബന്ധനം അനുവദിച്ചിട്ടാണ്, ഈ സിറ്റുവേഷൻ ഇത് ദൈവം അനുവദിച്ചിട്ടാണ്. അത് പെർമനന്റ് അല്ല കേട്ടോ, പെർമനന്റ് അല്ല. അതായത് ഇതും കൊണ്ട് ഞാൻ അവസാനിക്കുമെന്നല്ല. ഹല്ലേലൂയ. ഇതും കൊണ്ട് അയ്യോ ഇത് എന്നെയും കൊണ്ട് പോകുമോ എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ഇത് വചനം നിവർത്തിയോ, ഇതിനൊരു ടൈമുണ്ട്, ഇതിനൊരു ടൈമുണ്ട്. ഞാൻ ഈ വേർഡ് ഇവിടെ റിലീസ് ചെയ്യുന്നതോടുകൂടി ഞാൻ സങ്കീർത്തനം 105:18 യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുമ്പോൾ ഈ വേർഡ് ഞാൻ ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുന്നതോടുകൂടി ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വചനം അയച്ചാൽ അത് പ്രവർത്തിക്കാതെ മടങ്ങി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഇന്നുകൊണ്ട് ചില ബന്ധനങ്ങൾ അഴിയുകയാണ്. ഇന്നുകൊണ്ട് ചില വിഷയത്തിനകത്ത് വിടുതൽ കൽപ്പിക്കുകയാണ്. എത്ര പേര് ആ വേർഡ് റിസീവ് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ. ഇനി നാളെയും ഞാൻ ഈ വിഷയത്തിനകത്ത് കുടുങ്ങുകയല്ല, ഇനി എത്ര നാൾ ഞാൻ ഇതിനകത്ത് തുടരുമെന്നല്ല. പറഞ്ഞോട്ടെ, ഇന്നുകൊണ്ട് ഇതും ചുമന്നുകൊണ്ട് നടക്കാനല്ല, ഇനിയും ഇതും വഹിച്ചുകൊണ്ട് നടക്കാനല്ല. ഇന്നുകൊണ്ട് ഈ വചനം റിലീസ് ആയതോടുകൂടി, ഈ വചനം ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് ഡിക്ലെയർ ചെയ്തതോടുകൂടി യേശുവിന്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ അഴിയുകയാണ്, ചില കെട്ടുകൾ അഴിയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, രാജാവ് അവനെ വിടുവിച്ചു. ഹല്ലേലൂയ. നമുക്ക് ആ വേർഡ് അങ്ങനെ തന്നെ റിസീവ് ചെയ്യാം. ഒരു പ്രൊഫറ്റിക് ആയിട്ട് നമ്മൾ ആ വേർഡ് എടുക്കാം. ഹല്ലേലൂയ. ഇതുവരെ ഇത് ദൈവം അനുവദിച്ചിട്ടാണ്. ഇത് ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ, ഇതുവരെ ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ, യെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇത് ദൈവം അനുവദിച്ചിട്ടാണെങ്കിൽ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്, രാജാവിനെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്, ഉന്നതന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ അവനോട് ആർക്കും നോ പറയാൻ കഴിയാത്തതിനെ ഈ സിറ്റുവേഷൻ അകത്തുനിന്ന് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഈ വേർഡ് നമുക്ക് റിസീവ് ചെയ്യാം. രാജാവാളയച്ച് അവനെ സ്വതന്ത്രനാക്കി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ കർത്താവേ, രാജാതി രാജാവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ ജനത്തിനു വേണ്ടി ചില ദൈവിക ഇടപെടലുകൾ ഈ രാത്രികാലം അത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. പെട്ടെന്ന് പറയാം, അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും. ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ഞാൻ റിലീസ് ചെയ്തിട്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഏതൊരു കുഞ്ഞിനെ ഓർത്ത് ഒരു മാതാവ് ഭാരപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു തള്ളപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് വീണ്ടും വേണം പഠിക്കുവാനോ, വീണ്ടും വേണം ഒരു മുന്നേറ്റമോ, അത് ചെറുതോ വലുതോ ആരും ആയിക്കോട്ടെ, ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഒരു ദൈവിക ജ്ഞാനം, ഒരു ദൈവിക വിസ്ഡം ആരുടെയൊക്കെ മേൽ പരിശുദ്ധാത്മാവ് ഈ പകൽ കൈമാറുകയാണ്. ഹല്ലേലൂയ. ബുദ്ധി വളർച്ച. ഹല്ലേലൂയ. ആ മേഖലകളുടെ മേൽ, ആ ബുദ്ധിമണ്ഡലത്തിനകത്ത് ഹല്ലേലൂയ. ഇതേ ദൈവശക്തി ഒരിക്കൽ സ്തെഫാനോസിന്റെ മേൽ വ്യാപരിക്കുവാനിടയായി. അവന്റെ ജ്ഞാനത്തോടും അവന്റെ വാക്കുകളോടും എതിർത്ത് നിൽക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇന്ന് പകൽ ഒരു വിസ്ഡം ഇവിടെ വ്യാപരിക്കുകയാണ്. തള്ളപ്പെട്ട നിന്നെ, തള്ളിക്കളഞ്ഞ നിന്നെ മാന്യതയുള്ളതാക്കി മാറ്റുന്നത് ഹല്ലേലൂയ ആരുടെയെങ്കിലും ഒക്കെ ബന്ധങ്ങളല്ല, പകരം നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. യെസ്, ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്തവനെ പോലെ ദൈവം ചിലരെ ഈ രാത്രിയിൽ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിന്നെ ആർക്കും മാറ്റി നിർത്താൻ കഴിയത്തില്ല. വിസ്ഡമുള്ള ജോസഫിനെ ആർക്കും മാറ്റി നിർത്താൻ കഴിയത്തില്ല. വിസ്ഡമുള്ള ദാനിയേലിനെ ആർക്കും മാറ്റി നിർത്താൻ കഴിയത്തില്ല. രാജാക്കന്മാർ മാറിയാലും ദാനിയേലിന്റെ പൊസിഷന് യാതൊരുവിധ ചേഞ്ചും വരുന്നില്ല. എങ്ങനെ ഇവനെ അടുത്തൊരു പൊസിഷനിലേക്ക് ഇരുത്താം എന്നാണ് അവിടുത്തെ പ്ലാന്.
എന്നാണ് അവിടുത്തെ പദ്ധതി. ഹല്ലേലൂയ. പെട്ടെന്ന് നിർത്തുക. ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാൻ. എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം? എവിടുന്ന് കിട്ടി ഈ ജ്ഞാനം? ജോസഫ് പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാ? ജോസഫ് കോളേജ് ഏതാ? എവിടുന്ന് കിട്ടി ജോസഫിന് ഈ ജ്ഞാനം? ജ്ഞാനത്തിന്റെ ഉറവിടം കൂടെ പറയാം. ആകെ കിട്ടിയത് അപ്പൻ പറഞ്ഞു കൊടുത്ത ദൈവവുമായുള്ള ബന്ധം മാത്രമാണ്. അപ്പൻ കൈമാറിക്കൊടുത്തത്. അപ്പനും ഒരിക്കൽ, മോനെ ഞാനും ഒരിക്കൽ വീട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. ആരും എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നില്ല. എനിക്ക് സഞ്ചരിക്കാനുണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ടവനായിട്ടല്ല ഞാൻ അവിടെ പോയത്, ഏകനായിട്ടാ പോയത്. എന്നാൽ ആ വഴിയിൽ നീണ്ട 20 സംവത്സരവും ആ ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ സാന്നിധ്യവും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒറ്റയ്ക്ക് പോയ ഞാൻ മടങ്ങി വന്നത് ഒറ്റയ്ക്കല്ല, പകരം ഇരു കൂട്ടവുമായിട്ടാണ്. ഹല്ലേലൂയ. ആ അനുഭവം എന്ത് ചെയ്തു? യാക്കോബിന് കൈമാറി കൊടുത്തിരുന്നു. ജോസഫിന് കൈമാറി കൊടുത്തിരുന്നു. അപ്പൻ. ഞാൻ അവിടെ നിന്നൊരു ദൂത് പറയാം. കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പേരൻസേ, നിങ്ങളുടെ അനുഭവം അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അനുഭവം പറയണം. നിങ്ങളെ എങ്ങനെ ദൈവം നടത്തി, ഈ സിറ്റുവേഷനകത്ത് നിങ്ങൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു, അവിടെ ഇറങ്ങി വന്ന ദൈവകരത്തെ കുറിച്ച് നിങ്ങൾ ടേസ്റ്റ് ചെയ്തത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ അനുഭവം പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. യാക്കോബ് വെറുതെ പറഞ്ഞതല്ല. യാക്കോബ് പറഞ്ഞപ്പോൾ ആ മുഖത്തുനിന്ന് കാണാൻ കഴിഞ്ഞു, ആ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. അതങ്ങനെ തന്നെ പകർന്നു കൊടുക്കുകയാണ്. വിശ്വത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെ അനുഭവം കുഞ്ഞുങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്ക് ഉള്ള സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ബൈബിള് മാത്രമല്ല കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളുടെ അനുഭവം എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ജോസഫിന് വിസ്ഡം ലഭിക്കേണ്ട, ജ്ഞാനം ലഭിച്ച അതിപ്രധാനമായ കാരണങ്ങളിൽ ഒന്നാണ് അപ്പൻ പറഞ്ഞു കൊടുത്ത കർത്താവിനെ. അപ്പൻ ഷെയർ ചെയ്ത തൻ്റെ എക്സ്പീരിയൻസ്. അത് ജോസഫിനെ ഒറ്റയ്ക്ക് പോകാനും ഒറ്റയ്ക്ക് ജീവിക്കാനും ഒക്കെ പ്രാപ്തനാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടണ്ട. അവർക്ക് മനസ്സിലാകുന്ന ഒരു സമയമുണ്ടല്ലോ. എൻ്റെ കുഞ്ഞിന് 3 വയസ്സേ ഉള്ളൂ. ഞാനിപ്പോൾ പറയുന്നത് മനസ്സിലാകും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അവനുമായി ഷെയർ ചെയ്യാൻ തുടങ്ങും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അവനോട് ഷെയർ ചെയ്യും. എനിക്കറിയാം അത് വിസ്ഡത്തിന്റെ കാരണമാണ്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഹല്ലേലൂയ. നമ്മളെ നടത്തിയ കർത്താവിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിസ്ഡത്തിന്റെ ആരംഭമാണ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ അവരെവിടെ പോയാലും അവർ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് വിസ്ഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. കർത്താവേ, ജ്ഞാനത്താൽ ദൈവ ജനത്തെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ ജ്ഞാനമാണ്. ശലോമോൻ ചോദിച്ചതുപോലെ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ദൈവിക ജ്ഞാനം ഇവരുടെ മേൽ സ്വർഗം പകർന്നാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്, നമ്മെക്കുറിച്ചൊരു പ്ലാനുണ്ട്, നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ലോകത്തിൽ ആരെല്ലാം അത് എതിർത്താലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് പൂർണ്ണമായി നിറവേറും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ ദാസനിലൂടെ കേൾപ്പിച്ച വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇപ്പോൾ